അടുത്ത കാലത്തായി ചൈന ഇന്ത്യക്കെതിരെ നടത്തുന്ന എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുന്നു. ഏതു മാർഗത്തിലൂടെയും ഇന്ത്യക്ക് നേരെ വരുന്ന ചൈനയുടെ ഭീഷണി നേരിടാനുള്ള ശേഷി ഇപ്പോൾ ഇന്ത്യ നേടിക്കഴിഞ്ഞു. ഇപ്പോഴിതാ ഇന്ത്യൻ സേനയ്ക്ക് കരുത്തുകൂട്ടാനായി എത്തിയിരിക്കുകയാണ് സ്വരാവർ ടാങ്കുകൾ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് ടാങ്കിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ഉടൻ ഇന്ത്യൻ സേനയുടെ ഭാഗമാകാൻ പോവുകയാണ് സ്വരാവർ ടാങ്കുകൾ. കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണ രേഖയിലാവും വിന്യസിക്കുക. ഗുജറാത്തിലെ ഫാസിറയിലായിരുന്നു സ്വരാവറിൻ്റെ പരീക്ഷണം. DRDOയുമായി സഹകരിച്ച് ലാർസൻ ആൻഡ് ട്യൂബ്രോ ലിമിറ്റഡാണ് ടാങ്കുകൾ നിർമ്മിച്ചത്. ലഡാക്കിൻ്റെ അതിർത്തി മേഖലകളിലെ ചൈനീസ് ഭീഷണി പ്രതിരോധിക്കുകയാണ് ടാങ്കുകളുടെ പ്രധാന ലക്ഷ്യം. 25 ടണ്ണാണ് സ്വരാവർ ടാങ്കുകളുടെ ഭാരം. 105 mm ഗണ്ണാണ് ടാങ്കിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. ഓട്ടോലോഡ് സംവിധാനമാണ് ടാങ്കിൻ്റെ പ്രത്യേകത. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ കരസേനയ്ക്ക് കരുത്താവുന്ന ടാങ്കാണ് സ്വരാവർ. ഏത് സാഹചര്യത്തിലും പ്രവർത്തിപ്പിക്കാമെന്നതാണ് സ്വരാവറിനെ മറ്റ് ടാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ചെങ്കുത്തായ മലനിരകൾ അനായാസം കയറാൻ ടാങ്കുകൾക്ക് കഴിയും. വെള്ളത്തിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നിലവിൽ കരസേനയുടെ പക്കലുള്ള T-72, T-90 ടാങ്കുകളെക്കാളും ഇക്കാര്യത്തിൽ ശേഷി സരോവറിനുണ്ട്. ദോഗ്ര ജനറലായിരുന്ന സ്വരാവർ സിംഗിൻ്റെ പേരാണ് ടാങ്കിന് നൽകിയിരിക്കുന്നത്. ലഡാക്കിലെയും പശ്ചിമ ടിബറ്റിലെയും നിർണായക സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. അതിനോടുള്ള ആദരസൂചകമായിട്ടാണ് ടാങ്കിന് സ്വരാവർ എന്ന പേര് നൽകിയത്. ലഡാക്ക് അതിർത്തിയിൽ ചൈനയുമായി ഉണ്ടായ സംഘർഷങ്ങൾക്ക് പിന്നാലെയായിരുന്നു ടാങ്കുകൾക്കായി കരസേന ആവശ്യം ഉന്നയിച്ചത്. ഇതിന് 2022 കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകുകയായിരുന്നു. കേവലം 2 വർഷം കൊണ്ടാണ് ലാർസൻ ആൻഡ് ട്യൂബ്രോ ടാങ്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പ്രതിരോധ ആയുധത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ആദ്യഘട്ടമായി 59 ടാങ്കുകളാണ് കരസേന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനുശേഷം കൂടുതൽ ടാങ്കുകൾ കരസേനയുടെ ഭാഗമാകും. തുടർ പരീക്ഷണങ്ങൾക്ക് ശേഷം 2027 സ്വരാവർ ടാങ്കുകൾ ഔദ്യോഗികമായി കരസേനയ്ക്ക് കൈമാറുക.